വോയിസ് ഓക്കെ ആണോ റസാഖ് സാർ? ഓക്കെയാണ് സർ, കണ്ടിന്യൂ. ഓക്കെ. എൻ്റെ പേര് പരിചയപ്പെടുത്തി മുഹമ്മദ് നൈസ്, സ്വദേശം മലപ്പുറം ജില്ലയിലാണ്. ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു അവസരം കേൾക്കുന്ന ഓരോ വ്യക്തികളും ശരിക്കും ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അവസരം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ലോകത്തിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അവസരം വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ ഒരു അവസരം വഴി എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഈ ഒരു അവസരത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം പാർട്ട് ടൈം ആയിട്ട് ഒരു ഫാൻസി ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്താണ് കൂട്ടുകാരനാണ് എന്നോട് ഈ ഒരു ബിസിനസ് പ്ലാൻ പറയുന്നത്. കൂട്ടുകാരൻ ബിസിനസ് പ്ലാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, കാര്യങ്ങളെല്ലാം മനസ്സിലായി. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരിക്കലും നമുക്ക് നഷ്ടങ്ങളോ കാര്യങ്ങളൊന്നും വരാനില്ല. നമുക്ക് പ്രോഫിറ്റ് മാത്രമേ ഒരിക്കലും നഷ്ടം വരില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ പഠിക്കുന്ന ടൈമാണ്. ഇവിടെ ഒരു പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ 2 പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ ഏൺ ചെയ്യാം. അതും പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടു നടന്ന് വിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഓൺലൈൻ ത്രൂ ആണ്. അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായി. അപ്പം നമുക്ക് ഇതിൽ B2C ആയിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, B2B ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. പക്ഷെ B2C ആയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു B2B ആയി സ്റ്റാർട്ട് ചെയ്താലാണ് ഈ കമ്പനിയുടെ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ B2B ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ കമ്പനിയുടെ വലിയൊരു പ്രോഗ്രാം എനിക്ക് അതിനുശേഷം പങ്കെടുക്കാൻ സാധിച്ചു. ആ ഒരൊറ്റ പ്രോഗ്രാമോട് കൂടി ഈ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ എനിക്കും എൻ്റെ ഫാമിലിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ മനസ്സിലായി. ഈ ഒരു അവസരം ഞാൻ ഏറ്റെടുത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ മനസ്സിലായി. ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ഒരു അവസരം ഇവിടെ അടിപൊളിയായി മുന്നോട്ട് പോകുമെന്നുള്ള മനസ്സിലായി. അങ്ങനെ ലൈഫ് ടൈം കരിയർ ഏറ്റെടുത്തു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ബിസിനസ്സിലൂടെ ടോട്ടൽ ഏൺ ചെയ്ത വരുമാനം നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് കാണിക്കാം. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബ്ലറാണല്ലേ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ റസാഖ് സാർ? ഓക്കെ ആണല്ലേ? ഇന്ന് ടോട്ടൽ 2,12,70,000 രൂപ ടോട്ടൽ ഇന്ന് ബിസിനസ്സിലൂടെ ഏൺ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്ന സമയത്ത് കയ്യിൽ 1 രൂപ ഇല്ലാത്ത വ്യക്തിയാണ്. ആ വ്യക്തി ലാസ്റ്റ് വർക്ക് ചെയ്തൊരു ഫാൻസി ഷോപ്പിലാണ്, മാസം 9,000 രൂപയ്ക്ക്. ആ വ്യക്തിയായിട്ടുള്ള ഞാനാണ് ഇന്ന് ഈ ബിസിനസ്സിലൂടെ 2,12,00,000 രൂപക്കുള്ള ഇതിൽ വരുമാനം വാങ്ങി. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഞാൻ പറഞ്ഞു ഫാൻസി ഷോപ്പിൽ വർക്ക് ചെയ്തെന്നുള്ളത്. അവിടെ എനിക്ക് കിട്ടിയ മാസ വരുമാനം 9,000 രൂപയാണ്. ഈ ബിസിനസ്സിൽ എൻ്റെ കഴിഞ്ഞ ഒരു മാസത്തെ ഇൻകം 9,00,000 രൂപക്ക് മുകളിലാണ് കഴിഞ്ഞ ഒരു മാസത്തെ ഇൻകം. കഴിഞ്ഞ മാസം ഞാൻ ഗവൺമെന്റിന് GST അടിച്ചത് 1,32,000 രൂപയാണ്. പറഞ്ഞു വരുന്നത് ഇത് ചെറിയൊരു ഓപ്പർച്യൂണിറ്റി അല്ല, ഇന്ന് കിട്ടാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്.